വളരെ നടുക്കുന്ന ഒരു അപകട വാർത്ത പുറത്തുവരികയാണ്. ആനയുമായി ലോറിയിൽ പോകവെ എതിരെ വന്ന മറ്റൊരു ലോറി ഇടിച്ച് ആനയുടെ കൊമ്പ് തെറിച്ചുപോയ വളരെ ഹൃദയഭേദകമായ ഒരു വാർത്ത പുറത്തുവരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം നടക്കുന്നത്. മൂത്തകുന്നം പറവൂർ ദേശീയപാതയിൽ അണ്ടിപ്പിള്ളിക്കാവിലായിരുന്നു അപകടം സംഭവിച്ചിരിക്കുന്നത്. കോളക്കാടൻ കൃഷ്ണൻകുട്ടി എന്ന കൊമ്പനാനയുടെ കൊമ്പാണ് പൂർണ്ണമായും ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണിരിക്കുന്നത്. കൊമ്പ് ഊരിപ്പോയ ഭാഗത്ത് രക്തസ്രാവം കാരണം ക്ഷീണിതനായ ആനയെ തൃശൂർ ചാവക്കാട് മണത്തലയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകി വരുന്നു. അപകടമുണ്ടാക്കിയ ഗ്യാസ് കയറ്റി വന്ന ലോറി നിർത്താതെ ഓടിച്ചുപോയി. ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആനയെ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ലോറിയിൽ കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം സംഭവിക്കുന്നതും. എതിരെ വന്ന ലോറിയിൽ ആനയുടെ കൊമ്പ് ഇടിക്കുകയായിരുന്നു. ഇടത്തെ കൊമ്പ് പൂർണ്ണമായും അറ്റുവീഴുകയും വലത്തെ കൊമ്പ് പൊട്ടിപ്പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം അമിത വേഗത്തിലെത്തിയ ലോറിയാണ് ഇടിച്ചത്. ഈ ഇടിച്ച ലോറി പിന്നീട് നിർത്താതെ പോയി. സംഭവത്തിൽ ഇപ്പോൾ ലോറിക്കായി അന്വേഷണം നടന്നു വരികയാണ്. അതേസമയം മൃഗങ്ങളുടെ പല്ലുകളിൽ നിന്ന് കടുപ്പമുള്ളതും വെളുത്തതുമായ ഒരു വസ്തുവാണ് ആനക്കൊമ്പ്. മണ്ണിൽ കുഴിച്ച് വെള്ളം കണ്ടെത്താനും വേരുകൾ കിഴങ്ങുകൾ പുറത്തെടുക്കാനും മരത്തിന്റെ തൊലിയടർത്താനും എതിരാളികളായ ആനകളെ മറ്റ് മൃഗങ്ങളെയും നേരിടാനും മേൽക്കോയ്മ സ്ഥാപിക്കാനും ഭാരം എടുത്തുമാറ്റാനും വഴിയൊരുക്കാനും ഒക്കെ ഈ കൊമ്പ് സഹായിക്കുന്നുണ്ട്. മനുഷ്യർ ഇടങ്കൈ വലങ്കയ്യന്മാർ ആകുന്നത് പോലെ തന്നെ ആനകളിലും ഇടം കൊമ്പും വലം കൊമ്പും ഒക്കെയുണ്ട്. ആഫ്രിക്കൻ ആനകളിൽ ആണിനും പെണ്ണിനും വലിപ്പമുള്ള കൊമ്പുകൾ ഉണ്ടാവുമെങ്കിലും ഏഷ്യൻ ആനകളിൽ ആണിന് മാത്രമേ വലിയ കൊമ്പുണ്ടാവുകയുള്ളൂ. നമുക്ക് കേൾക്കാൻ പോലും ആകാത്ത താഴ്ന്ന ആവൃത്തിയിലുള്ള ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ആനകൾ ആശയ ഇതിലൂടെ ഉണ്ടാക്കും. അതുകൂടാതെ മണ്ണിലൂടെ കൈമാറാൻ പറ്റും വിധമുള്ള കമ്പനങ്ങൾ വഴിയും തമ്മിൽ വിവരങ്ങൾ കൈമാറും. കാലിലെ പാടുകളിൽ ആ കമ്പനങ്ങൾ കൂടുതലായി കിട്ടാൻ വേണ്ടി മണ്ണിൽ അമർന്നിരിക്കാനും ഭാരം കൂട്ടാൻ ഒരു കാൽ ഉയർത്തിപ്പിടിക്കുക കൂടി ചെയ്യും. തുമ്പിക്കൈ നിലത്ത് മുട്ടിച്ചു പിടിച്ചും ഈ കമ്പനങ്ങളൊക്കെ ഇവ സ്വീകരിക്കുന്നതാണ്. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലിക്ക് കൊണ്ടുവന്ന ആനയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 6 പാപ്പാന്മാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയാൽ ആനയ്ക്ക് ക്രൂര മർദ്ദനമേറ്റുവെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടിയെന്നാണ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി.കെ. വിജയൻ വ്യക്തമാക്കുന്നത്. തുടർ നടപടി ഭരണസമിതിയുമായി ആലോചിച്ചതിന് പിന്നാലെ തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂട്ടായിട്ടുള്ള പീഡന ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് ഇദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ശിവേലിക്കുള്ള ആനകളെ കെട്ടുന്ന തെക്കേ നട ശിവേലി പറമ്പിൽ വെച്ചാണ് ആനയെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത നടയിരുത്തിയ കൃഷ്ണ എന്ന കൊമ്പനാനയും കേശവൻകുട്ടി എന്ന ആനയുമാണ് പാപ്പാന്മാർ മർദ്ദിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആനക്കൊട്ടയിൽ കുളിക്കാൻ കൂട്ടാക്കാത്ത ആനകൾക്കാണ് ഇപ്പോൾ ക്രൂര മർദ്ദനമേറ്റിരിക്കുന്നതും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന ആനയ്ക്കും കേശവൻകുട്ടി എന്ന ആനയുമാണ് പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ ആനക്കൊട്ടയിൽ കുളിക്കാൻ കൂട്ടാക്കാത്തതായിരുന്നു ഈ മർദ്ദനം. കേശവൻകുട്ടി എന്ന ആനയെ തല്ലി എഴുന്നേൽപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുണ്ട്. 1 മാസം മുമ്പുള്ള ദൃശ്യങ്ങളെന്നാണ് ആനക്കൊട്ടയുടെ വിശദീകരണം. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ റിപ്പോർട്ട് തേടുകയായിരുന്നു. ആനക്കൊട്ടയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോടാണ് റിപ്പോർട്ട് തേടിയത്. ആനക്കൊട്ടയിലെത്തി ഡോക്ടർമാർ ആനകളെ പരിശോധിച്ചാണ് റിപ്പോർട്ട് നൽകിയതും. റിപ്പോർട്ട് പരിശോധിച്ചതിന് പിന്നാലെയാണ് 6 പാപ്പാന്മാർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ദേവസ്വം ബോർഡ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. 1 മാസം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ശിവേലി പറമ്പിൽ എത്തിച്ചപ്പോഴായിരുന്നു മർദ്ദനമേറ്റിരിക്കുന്നത്. കുളിപ്പിക്കാൻ കിടക്കാൻ പറഞ്ഞപ്പോൾ അനുസരിക്കാത്തതിനാണ് ആനയെ മർദ്ദിച്ചത്. വടികൊണ്ട് ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. എന്നാൽ ഇത് പുതിയ ദൃശ്യങ്ങളല്ല എന്ന് വ്യക്തമാക്കിയെങ്കിലും നടപടിയെടുക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.